സിയാദ് കോക്കർ, ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, താരങ്ങളുടെ വലിയ പ്രതിഫലമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മുൻനിർത്തി ഒരു സമരപ്രഖ്യാപനത്തിന് ആഹ്വാനം ചെയ്യുന്നത്. അവിടെ സുരേഷ് കുമാർ എടുത്തത് ഏകപക്ഷീയമായ ഒരു നിലപാട് എന്നാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ അടക്കം അഭിപ്രായങ്ങൾ വരുന്നത്. താങ്കൾ കൂടി ഈ ഫോറത്തിൻ്റെയൊക്കെ ഭാഗമായതുകൊണ്ട് താങ്കൾ എങ്ങനെയാണ് ഇത്തരം അപസ്വരങ്ങളെ കാണുന്നത്? ഒരു മീറ്റിംഗിൽ തീരുമാനമെടുക്കുന്നത്, ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രതിനിധികളും ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും എക്സിബിറ്റേഴ്സിന്റെയും പ്രതിനിധികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായി. പ്രത്യേക ക്ഷണിതാക്കളായിട്ട് പ്രത്യേക ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ കൂടിയെടുത്ത തീരുമാനം എങ്ങനെ ഏകപക്ഷീയമാവുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യത്തില് പ്രൊഡ്യൂസർ അസോസിയേഷനെ ബന്ധപ്പെട്ട് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ അദ്ദേഹം എനിക്കും സുരേഷ് കുമാറിനൊക്കെ വളരെയധികം പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം അദ്ദേഹത്തിന് അന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വരാതെ ഇപ്പൊ ഈ പ്രതികരിച്ചതിൽ എന്താ അർത്ഥമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അതായത് ക്ഷണിച്ചിരുന്നു ഇതാണ് അജണ്ട. നമ്മൾ ഈ യോഗത്തിന് മുമ്പ് അതെല്ലാവർക്കും അറിയാമായിരുന്നു അജണ്ടയൊക്കെ, അങ്ങനെയൊക്കെ അതുകൂടി അറിഞ്ഞ് വെച്ച് അറിയാമായിരുന്ന വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അതെ 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 അതെ. അങ്ങനെയാണെങ്കിൽ അവിടെ വന്ന് പ്രതികരിക്കണം. ഇങ്ങനെയൊന്നും ഇപ്പൊ ചെയ്യണ്ട, നിങ്ങൾ വെറുതെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂലായിരുന്നല്ലോ. അപ്പോൾ ഈ അതായത് അവിടെ പറയുന്ന ഒരു ജനറൽ ബോഡിയിലേക്ക് അടക്കം പോകാവുന്ന ഒരു അതൊക്കെ ടെക്നിക്കലി ഓരോ കാര്യങ്ങൾ സമയകാലങ്ങളിൽ തീരുമാനിക്കുമ്പോൾ ടെക്നിക്കൽ സൈഡ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, നാട്ടുകാരാണ് തീരുമാനിക്കേണ്ടത്. ജനറൽ ബോഡി പോകണോ മറ്റിടത്ത് പോകണോ എന്നൊക്കെ ഉള്ളത്. അതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ തീരുമാനിക്കപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ബോഡി പോകേണ്ട അവസരത്തിൽ ജനറൽ ബോഡി പോകും. അങ്ങനെയല്ലേ അതിന്റെ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അല്ലാതെ എങ്ങനെയാ ജനറൽ ബോഡി പോണോ എന്ന് നാട്ടുകാർ പറയണത് തെറ്റല്ലേ? അതായത് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് ആര് എന്ന ചോദ്യം കൂടി പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റിനെ ചാർജ്. വേറെ ഒന്നുമില്ല അതില്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഫലത്തിലൊരു സിനിമ അടച്ചിട്ടുകൊണ്ടുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ ഒരു അഭിപ്രായ സമന്വയം, താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഇത് കമ്മ്യൂണിക്കേഷൻ അങ്ങേക്കും അറിയാമല്ലോ, അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയതിനു ശേഷമാണല്ലോ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ, ഈ സിനിമയുടെ പഴയ പണ്ട് ഇരുന്ന അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സ്ട്രക്ചർ അല്ല, ആ സ്ട്രക്ചർ മാറുന്നു. ഇപ്പോൾ ഇവർക്ക് അങ്ങനെ നിർമ്മാണ കമ്പനികൾ, അവർ തന്നെ പല സംഘടനകളുടെയും കമ്മ്യൂണിക്കേഷനുണ്ടായ പ്രശ്നമുണ്ടോ ഇതിൽ? കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം ആന്റണി പെരുമ്പാവൂർ എന്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇങ്ങനെ ഒരു സാധനം കൊടുത്തത് എനിക്കറിയില്ല. അദ്ദേഹത്തിന് അവിടെ വന്ന് നമ്മളോടൊക്കെ സംസാരിക്കാമായിരുന്നു, ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇപ്പൊ ഈ പ്രതികരിച്ച് എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ. പുള്ളിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് വരാമായിരുന്നു. ഇത് വേണ്ട, നമുക്കൊന്ന് ആലോചിച്ചിട്ട് മതി, അല്ലെ ജനറൽ ബോഡി കഴിഞ്ഞിട്ട് മതി എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഒരാളും. അപ്പോൾ ഈ പ്രഖ്യാപിച്ച നിലപാടുമായി മുന്നോട്ട് തന്നെ പോകും. അല്ല, അതിപ്പോ നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന ഒരു കാര്യമല്ലേ. നമുക്കറിയില്ല, മറ്റുള്ള പലരും ഉണ്ട് ഇതിൽ. എക്സിബിറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ അവരുടെയൊക്കെ ഇതെടുക്കൂ, എക്സിബിറ്റേഴ്സിന്റെ ഒക്കെ ഇതെടുക്കൂ. വിജയകുമാറും മറ്റേ സോണി തോമസും എല്ലാം ഉണ്ട്. അവരുടെ ഒക്കെ വിളിച്ചു ചോദിക്കൂ, അവര് ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ. ഞാൻ എങ്ങനെയാ പറയാം? എന്റെ വീട്ടിലെ കാര്യമൊന്നും അല്ലല്ലോ ഇത്. യെസ്, വളരെയധികം നന്ദി ശ്രീ സിയാദ് കോക്കർ പ്രതികരിച്ചതിന്. അങ്ങനെ സിനിമാ സമരപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ സുരേഷ് കുമാറിന്റെ നിലപാടിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മറ്റൊരു നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വരുന്നത്. FBയിൽ പോസ്റ്റ് ഇട്ടത്, ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ചില താരങ്ങൾ കൂടി രംഗത്ത് വരികയാണ്.